ഡിസംബറിൽ PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാനത്തെ 49ാമത് ചീഫ് സെക്രട്ടറിയായി ശാരദാ മുരളീധരനെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയാണ്? 49ാമത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് ആരെയാണ് നിയമിക്കാൻ പോകുന്നത്? ശാരദാ മുരളീധരനെ. എത്രാമത്തെ ചീഫ് സെക്രട്ടറിയാണ്? 49ാമത്. ആരെയാണ് നിയമിക്കാൻ പോകുന്നത്? ശാരദാ മുരളീധരനെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിഷൻ റൂമി 2024 എന്ന് പേരിട്ട പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് ചെന്നൈയിൽ വിജയകരമായി വിക്ഷേപിച്ചു. അപ്പോൾ എന്താണ് മിഷൻ റൂമി 2024 എന്ന് പേരിട്ട് റോക്കറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അത് പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റാണ്. എവിടെയാണ് വിക്ഷേപിച്ചത്? ചെന്നൈയിലാണ് വിക്ഷേപിച്ചത്. എന്താണ് മിഷൻ്റെ പേര്? മിഷൻ റൂമി 2024. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുവേഫ സൂപ്പർ കപ്പിൽ റയൽ മാഡ്രിഡിന് കിരീടം. അപ്പോൾ യുവേഫ സൂപ്പർ കപ്പ് ജേതാക്കൾ ആരാണ്? റയൽ മാഡ്രിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ 1ാം സീഡ് യാനിക് സിന്നറും ലോക വനിതാ 2ാം നമ്പർ അരിയാന സബലങ്കയും ജേതാക്കൾ. അപ്പോൾ സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ ആരാണ്? യാനിക് സിന്നറും ലോക വനിതാ 2ാം നമ്പർ അരിയാന സബലങ്കയുമാണ് ജേതാക്കളായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ മാക്ലറിൻ്റെ ലാൻഡോ നോറിസിന് കിരീടം. ഓക്കെ, ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ ആർക്കാണ് കിരീടം? ലാൻഡോ നോറിസിന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പോൾ വോൾട്ടിൽ 10ാം തവണയും ലോക റെക്കോർഡ് തകർത്ത് അർമാൻസ് ഡ്യൂപ്ലാന്റിസ് സിലൻസിയ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ 6.26 മീറ്റർ ചാടിയാണ് സ്വീഡിഷ് താരം പുതിയ ഉയരം കുറിച്ചത്. അപ്പോൾ എന്താണ് പോൾ വോൾട്ടിൽ 10ാം തവണയും ലോക റെക്കോർഡ് തകർത്തത് ആരാണെന്ന് ചോദിച്ചാൽ ഡ്യൂപ്ലാന്റിസ് ആണ്. ഡ്യൂപ്ലാന്റിസ് എത്ര മീറ്ററാണ് ചാടിയത്? സിലൻസിയ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ 6.26 മീറ്റർ ചാടിയാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. 6.26 മീറ്റർ ചാടിയാണ് സ്വീഡിഷ് താരം ഡ്യൂപ്ലാന്റിസ് പുതിയ ഉയരം കുറിച്ചത്. പോൾ വോൾട്ടിൽ 10ാം തവണയും റെക്കോർഡ് തകർത്തത് ആരാണ്? ഡ്യൂപ്ലാന്റിസ് ആണ്. അത് ഓർത്ത് വയ്ക്കണം. അർമാൻ ഡ്യൂപ്ലാന്റിസ് ആണ് പോൾ വോൾട്ടിൽ 10ാം തവണയും ലോക റെക്കോർഡ് തകർത്തത്. ഡയമണ്ട് ലീഗിൽ 6.26 മീറ്റർ ചാടിയാണ് സ്വീഡിഷ് താരം പുതിയ ഉയരം കുറിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICC അധ്യക്ഷനായി ഇന്ത്യയുടെ ജയ്ഷ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ICCയുടെ അധ്യക്ഷൻ വീണ്ടും ആര് തന്നെയാണ്? ജയ്ഷ തന്നെയാണ്. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ICCയുടെ അധ്യക്ഷൻ ആരാണ്? ജയ്ഷ. ഓക്കെ, UAEയിൽ നടക്കുന്ന 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളികളായ സജന സജീവനും ആശാ ശോഭനയും ഇടം നേടി. അപ്പോൾ എന്താണ് നമ്മുടെ UAEയിൽ നടക്കുന്ന 2020 വനിതാ ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? UAEയിലാണ്. അവിടെ നടക്കുന്ന UAEയിൽ നടക്കുന്ന 2020 വനിതാ ലോകകപ്പിൽ 2 മലയാളികൾ പങ്കെടുക്കുന്നുണ്ട്. ആരാണ്? സജന സജീവനും ആശാ ശോഭനയും. കണ്ടോ, 2 സായുണ്ട് ഷായുണ്ട്. സജന സജീവൻ, ആശാ ശോഭന. അപ്പോൾ സജന സജീവനും ആശാ ശോഭനയുമാണ് UAEയിൽ നടക്കുന്ന 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയിട്ടുള്ള മലയാളികൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ കായികോത്സവമായ പാരാളിമ്പിക്സ് പാരീസിൽ തുടങ്ങി. ഓക്കെ, അപ്പോൾ എന്താണ് ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള കായികോത്സവമായ പാരാളിമ്പിക്സ് എവിടെയാണ് തുടങ്ങിയിരിക്കുന്നത്? പാരാളിമ്പിക്സ് പാരീസിലാണ്. പാരീസ് തന്നെയാണ് പാരാളിമ്പിക്സിൻ്റെയും വേദി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനിക പരിശീലന പരിപാടിയായ മിശ്രശക്തിയുടെ 2 ആഴ്ച നീണ്ടുനിന്ന 10ാം പതിപ്പ് ശ്രീലങ്കയിലെ മധുരു ഓയയിലെ പട്ടാള പരിശീലന സ്കൂളിൽ സമാപിച്ചു. അപ്പോൾ എന്താണ് ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനിക പരിശീലന പരിപാടിയാണ് മിശ്രശക്തി. ഇന്ത്യയും ശ്രീലങ്കയും കൂടെ രണ്ടുപേരും കൂടെ ഒരുമിച്ചിട്ടുള്ള സൈനിക പരിശീലന പരിപാടി മിശ്രശക്തി. ആരൊക്കെയാണ് മിശ്രശക്തിയിലുള്ളത്? ഇന്ത്യയും ശ്രീലങ്കയും. ആ മിശ്രശക്തിയുടെ 2 ആഴ്ച നീണ്ടുനിന്ന 10ാം പതിപ്പ് ശ്രീലങ്കയിലെ മധുരു ഓയയിലെ പട്ടാള പരിശീലന സ്കൂളിലാണ് സമാപിച്ചത്.
അപ്പം നമ്മൾ പത്താം പതിപ്പ് എവിടെയാണ്, മിശ്രശക്തിയുടെ 10ാം പതിപ്പ് എവിടെയാണ് അവസാനിച്ചതെന്ന് ചോദിച്ചാൽ ശ്രീലങ്കയിലെ ഒരു സ്കൂളിലാണ്. സ്കൂളിൻ്റെ പേരെന്താണ്? മധുരു OAയിലെ പട്ടാളന പരിശീലന സ്കൂളിലാണ് കേട്ടോ. മധുരു OAയിലെ പട്ടാള പരിശീലന സ്കൂളിൽ. ഓക്കെ, ഇത്രയും ഒന്നുകൂടെ നോക്കാം. ഒത്തിരി സ്പോർട്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ 49ാമത്തെ ചീഫ് സെക്രട്ടറി വരാൻ പോവുകയാണ്. പേരെന്താണ്? ശാരദാ മുരളീധരൻ. മിഷൻ റൂബി 2024 എന്താണ്? വിജയകരമായി പരീക്ഷിച്ചത് ചെന്നൈയാണ്. പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് ആയിരുന്നു അല്ലേ. യുവേഫ സൂപ്പർ കപ്പ് റയൽ മാഡ്രിഡിനാണ് കിരീടം. സിൻസിറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ 1ാം സീഡ് യാനിക് സിന്നറും ലോക വനിതാ 2ാം നമ്പർ അരിയാന സബ്ലങ്കയും ജേതാക്കളാണ് കേട്ടോ. ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിയറിൽ ആരാണ് കിരീടം നേടിയത്? ലാൻഡോ നോറിസിനാണ്. പോൾ വാൾട്ടിൽ ലോക റെക്കോർഡ് തകർത്തത് ഡ്യൂപ്ലാന്റിസ് ആണ്. എത്ര മീറ്ററാണ് ചാടിയത്? 6.26 മീറ്റർ ചാടിയാണ് ഡയമണ്ട് ലീഗിൽ താരം റെക്കോർഡ് ഇട്ടത് അല്ലേ. അപ്പോൾ ICCയുടെ അധ്യക്ഷൻ പിന്നെ ആര് തന്നെയാണ്? ജയ്ഷ തന്നെയാണ്. UAE നടക്കുന്ന 2020 വനിതാ ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന മലയാളികൾ ആരൊക്കെയാണ്? ഇന്ത്യൻ ടീമിൽ പങ്കെടുക്കുന്ന മലയാളികൾ സജന സജീവനും ആശ ശോഭനയും. ഭിന്നശേഷിക്കാരുടെ പാരാ ഒളിമ്പിക്സിൽ എവിടെയാണ് വേദി? പാരീസിൽ തന്നെയാണ് അല്ലേ. നമ്മുടെ ഇന്ത്യ ശ്രീലങ്കയും സംയുക്തമായി നടക്കുന്ന സൈനിക പരിശീലന പരിപാടിയുടെ പേരെന്താണ്? മിശ്രശക്തി. അതിൽ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പതിപ്പ് ഉണ്ടായിരുന്നു. 10ാം പതിപ്പ് എവിടെയാണ്? ശ്രീലങ്കയിലെ മധുരു OAയിലെ പട്ടാള പരിശീലന സ്കൂളിലാണ് അല്ലേ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഗോവിന്ദ് മോഹനെ നിയമിച്ചു. അപ്പോൾ എന്താണ്? കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിട്ട് ആരാണ് വന്നത്? മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഗോവിന്ദ് മോഹനാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി. സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം ഓഗസ്റ്റ് 19ാം തീയതി രാത്രി ഇന്ത്യൻ ആകാശത്തിൽ ദൃശ്യമായി. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ സൂപ്പർ മൂൺ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? ഓഗസ്റ്റ് 19ാം തീയതിയാണ് ഇന്ത്യയുടെ ആകാശത്ത് ദൃശ്യമായത്. സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ ഇന്ത്യയിൽ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 19ാം തീയതി. എപ്പോഴാണ്? ഓഗസ്റ്റ് 19ാം തീയതി. മറക്കരുത്, സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ ഓഗസ്റ്റ് 19ാം തീയതി. ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പായ ഡെയില വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി. അപ്പോൾ എന്താണ്? നമ്മുടെ മെഡിറ്ററേനിയൻ, ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയായ ആ കമ്പനിയുടെ മദർഷിപ്പാണ് ഡെയില. ആ ഡെയില എവിടെ എത്തി? നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈഡേക്ക് ബാംഗ്ലൂരുവിൽ. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈഡേക്ക് എവിടെയാണ് വരുന്നത്? ബാംഗ്ലൂരുവിൽ. എവിടെയാണ്? ബാംഗ്ലൂരുവിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മികച്ച കർഷകന് കൃഷിവകുപ്പ് ഏർപ്പെടുത്തിയ കർഷകോത്തമ പുരസ്കാരം ഇടുക്കി രാജാക്കണ്ടം സ്വദേശി CD രവീന്ദ്രൻ നായർക്കും കേരകേസരി പുരസ്കാരം മലപ്പുറം താനാളൂർ സ്വദേശിനി PT സുഷമയ്ക്ക് ലഭിച്ചു. 2 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. അപ്പോൾ മികച്ച കർഷകന് കൃഷിവകുപ്പ് ഏർപ്പെടുത്തിയ കർഷകോത്തമ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ഉത്തമ കർഷകൻ ആരാണ്? ഇടുക്കിയിലെ രാജാക്കണ്ടം സ്വദേശി CD രവീന്ദ്രൻ. ആരാണ്? CD രവീന്ദ്രൻ നായരാണ് കർഷകോത്തമൻ. എവിടുത്തുകാരനാണ്? ഇടുക്കി രാജാക്കണ്ടംകാരനാണ്. രാജാക്കണ്ടം. ഓക്കെ, ഇനി കേരകേസരി ആർക്കാണ് കിട്ടിയത്? മലപ്പുറം താനാളൂർ സ്വദേശിനി PT സുഷമ. ഉഷ അങ്ങനെ ഒന്ന് ഓർത്തേക്കണം. PT സുഷമ. കേരകേസരിയാണ് ആര്? PT സുഷമ. 2 ലക്ഷം രൂപയാണ് കേട്ടോ സമ്മാനത്തുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൃഷിവകുപ്പിൻ്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം TV രാധാകൃഷ്ണന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർക്കണം, മാധ്യമം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് TV അല്ലേ, TVയിലല്ലേ നമ്മൾ മാധ്യമം കാണുന്നത്. അപ്പോൾ കൃഷി വകുപ്പിൻ്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരമാണ് TV രാധാകൃഷ്ണന് കിട്ടിയത്. എന്താണ്? കൃഷി വകുപ്പിൻ്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം TV രാധാകൃഷ്ണന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് ഹരിദാസ് സാവിത്രിയുടെ സിൻ എന്ന നോവൽ അർഹമായി. 75,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം.
ഓക്കെ. അപ്പോൾ നമ്മുടെ കടമ്മനിട്ട പുരസ്കാരം 2022 കേട്ടോ. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ഹരിദാസ് സാവത്രിയുടെ സിന്നിനാണ് കിട്ടിയത്. കടമ്മനിട്ട ഹരിദാസ് സാവത്രിയുടെ സിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മലയാളി ചിത്രകാരൻ പ്രദീപ് പുത്തൂരിന് ന്യൂയോർക്ക് ആസ്ഥാനമായ പൊള്ളോക്ക് ക്രോസ് നഗർ ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാൻറ്റ് $20,000 17 ലക്ഷം രൂപയാണ് ലഭിക്കുക. അപ്പോൾ മലയാളി ചിത്രകാരൻ പ്രദീപ് പുത്തൂരിന് എന്ത് ലഭിച്ചു? ന്യൂയോർക്ക് ആസ്ഥാനമാക്കിയ പൊള്ളോക്ക് ക്രോസ് നഗർ ഫൗണ്ടേഷൻ്റെ എന്ത് കിട്ടി? ഈ വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാൻറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ന്യൂയോർക്കിലെ ഒരു ഗ്രാൻറ്റ് കിട്ടി, അന്തർദേശീയ ഗവേഷണ ഗ്രാൻറ്റ് പ്രദീപ് പുത്തൂരിന് കിട്ടിയിട്ടുണ്ട്. എത്ര രൂപയാണ്? $20,000 17 ലക്ഷം രൂപയാണ് കേട്ടോ ലഭിക്കുന്നത്. ഓക്കെ. ഇനി ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം MD വാസുദേവൻ നായർക്ക് 1 ലക്ഷം രൂപയും സാക്ഷ്യപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ എന്ത് പുരസ്കാരമാണ്? ഇനി ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് കേട്ടോ. എന്താണ്? ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം ആർക്കാണ്? MD വാസുദേവൻ നായർക്ക് 1 ലക്ഷം രൂപയും സാക്ഷ്യപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിഡ അടുത്ത മാസം സ്ഥാനമൊഴിയും. അപ്പോൾ ജപ്പാൻ പ്രധാനമന്ത്രി സ്ഥാനമൊഴിയുകയാണ്. ജപ്പാന് പുതിയ പ്രധാനമന്ത്രിയൊക്കെ വന്നിട്ടുണ്ട്. ജപ്പാൻ പുതിയ പ്രധാനമന്ത്രിയുടെ പേര് നമ്മൾ ഈ അടുത്തിടയ്ക്ക് വന്ന പ്രധാനമന്ത്രിയാണ്. ഓക്കെ. ഓക്കെ, ജപ്പാൻ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, സ്ഥാനം ഒഴിഞ്ഞ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഫുമിയോ കിഷിഡയാണ്. ഫുമിയോ കിഷിഡയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സ്ഥാനം ഒഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ഷിഗേറു ഇഷിബയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. ജപ്പാൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഷിഗേറു ഇഷിബയും. സ്ഥാനം ഒഴിഞ്ഞതാരാണ്? ഫുമിയോ കിഷിഡ പോയിട്ട് ആരാണ് വന്നത്? ഷിഗേറു. രണ്ടിലൊരു ഷായൊക്കെ ഉണ്ടെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫുമിയോ കിഷിഡ പോയിട്ട് പ്രശ്നമായിരുന്നു കിഷിഡ. ഓക്കെ, ഫുമിയോ കിഷിഡ പോയിട്ട് ഷിഗേറു ഇഷിബ വന്നു. കിഷിഡ പോയിട്ട് ഇഷിബ വന്നു. ഫുമിയോ കിഷിഡ പോയിട്ട് ഷിഗേറു ഇഷിബ വന്നു കേട്ടോ, ജപ്പാൻ്റെ പ്രധാനമന്ത്രി. ഓക്കെ, നെക്സ്റ്റ്. തായ്ലാൻഡ് പ്രധാനമന്ത്രി ശ്രേത്ത തവീസിനെ ഭരണഘടനാ കോടതി പുറത്താക്കി. അപ്പോൾ എന്ത്? തായ്ലാൻഡ് പ്രധാനമന്ത്രി ആരെയാണ് ഭരണഘടനാ കോടതി പുറത്താക്കിയത്? ആരെയാണ്? ശ്രേത്ത തവീസിനെയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെയ്തോങ്ടാൻ ഷിനാവത്രയാണ് പുതിയ തായ്ലാൻഡ് പ്രധാനമന്ത്രി. അപ്പോൾ തായ്ലാൻഡ് പ്രധാനമന്ത്രി ആരെ പുറത്താക്കി? ശ്രേത്ത തവീസിനെ ഭരണഘടനാ കോടതി പുറത്താക്കിയായിരുന്നു. അപ്പം പുതിയ പ്രധാനമന്ത്രി ആരാണ്? പെയ്തോങ്ടാൻ ഷിനാവത്ര. ഓക്കെ, ശ്രേത്ത തവീസ് പുറത്തുപോയി, തവിട് പുറത്തുപോയെന്നങ്ങാണ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ആരാണ്? ശ്രേത്ത തവീസ് പുറത്തുപോയി. വന്നതാരാണ്? വൃദ്ധമുള്ള ഒരാളാണ്, ഷിനാവത്ര. അങ്ങനെ പെയ്തുകൊണ്ട് വന്നു, പെയ്തോങ്ടാൻ ഷിനാവത്ര. ഓക്കെ, തവിട് പുറത്തു പോയപ്പോൾ പുതിയ മന്ത്രി പെയ്തുകൊണ്ട് വരികയാണ്, പെയ്തോങ്ടാൻ ഷിനാവത്ര. ശ്രേത്ത തവീസ് പുറത്തു പോയി. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. മറ്റേ ജപ്പാൻ്റെത് കിഷിഡ പോയപ്പോൾ ഇഷിബ വന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ SSLV 3ാം വിക്ഷേപണം നടത്തി. അപ്പം ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കാനായിട്ട് ISRO രൂപകൽപ്പന ചെയ്തതാണ് SSLV, അതായത് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. ആ ലോഞ്ചിങ് വെഹിക്കിൾ 3ാം വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആദ്യം മുതൽ ഇത്രയും പറഞ്ഞത് ഒന്നുകൂടെ നോക്കാം. നമ്മുടെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിട്ട് വന്നത് ആരാണ്? മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഗോവിന്ദ മോഹനാണ് കേട്ടോ. ഗോവിന്ദ മോഹനാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി. നമ്മുടെ ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന സൂപ്പർ മൂൺ ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം എപ്പോഴാണ് കണ്ടത്? ആകാശത്ത്, ഇന്ത്യൻ ആകാശത്ത് ഓഗസ്റ്റ് 19 ബ്ലൂ മൂൺ കണ്ടത്. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനി ഏതാണ്? മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. ആ കമ്പനിയുടെ മദർഷിപ്പാണ് ഡെയ്ല. ആ ഡെയ്ല എവിടെ വന്നെന്നാണ് പറഞ്ഞത്? ഡെയ്ല വിഴിഞ്ഞം തുറമുഖത്ത് വന്നു. ഓക്കെ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ
സ്കൈഡെക്ക് എവിടെയാണ് നിലവിൽ വരുന്നത്? ബംഗളൂരുവിൽ. ഓക്കെ. മികച്ച കർഷകന് കൃഷിവകുപ്പ് ഏർപ്പെടുത്തിയ കർഷക ഉത്തമ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ഇടുക്കി സ്വദേശിയായ CD രവീന്ദ്രൻ നായർക്കാണ് അല്ലേ? രാജാക്കണ്ടം സ്വദേശി CD രവീന്ദ്രൻ നായർക്ക്. ഇനി കേരകേസരി ആർക്കാണ് കിട്ടിയത്? PT സുഷമയ്ക്കാണ്. മലപ്പുറം താനാളൂർ സ്വദേശിനി PT സുഷമ. എത്ര ലക്ഷം രൂപയാണ്? 2 ലക്ഷം രൂപ. ഓക്കെ. കൃഷി വകുപ്പിൻ്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? TV രാധാകൃഷ്ണൻ. ഓക്കെ. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് ഹരിദാസ് സാവിത്രിയുടെ സിൻ എന്ന നോവൽ അർഹമായി. അപ്പോൾ എന്താണ് കടമ്മനിട്ട? 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം ആർക്കാണ്? ഹരിദാസ് സാവിത്രിയുടെ സിൻ എന്ന നോവലാണ്. 75,000 രൂപയും പ്രശസ്തി പത്രവും. അപ്പോൾ നമ്മുടെ മലയാളി ചിത്രകാരൻ പ്രദീപ് പുത്തൂരിന് എന്താ കിട്ടിയത്? പ്രദീപ് പുത്തൂരിന് ഗ്രാൻറ്റ് കിട്ടിയല്ലേ? ന്യൂയോർക്ക് കൊടുത്തിട്ടുള്ള അന്തർദേശീയ ഗവേഷണ ഗ്രാൻറ്റ് കിട്ടി. $20,000 ഏകദേശം 17 ലക്ഷം രൂപ. പ്രദീപ് പുത്തൂർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലയാളി ചിത്രകാരനാണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? MT വാസുദേവൻ നായർക്ക്. എത്ര രൂപയാണ്? 1 ലക്ഷം രൂപയും സാക്ഷ്യപത്രവുമാണ്. ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിഡ. അപ്പോൾ ആരാണ്? ഫുമിയോ കിഷിഡ പോയി എന്നിട്ട് വന്നത് ഷിഗേറു ഇഷിബയാണ് അല്ലേ? ഷിഗേറു ഇഷിബയാണ് വന്നത്. ഫുമിയോ കിഷിഡ പോയി. തായ്ലാൻഡ് പ്രധാനമന്ത്രി സേത്ത തവിസ് എന്ത് പറ്റി? സേത്ത തവിസ് കോടതി പുറത്താക്കി. വന്നതാരാണ്? പെയ്തോങ് താൻ ഷിനാവത്രയാണ് വന്നത്. തായ്ലാൻഡ് പ്രധാനമന്ത്രി സേത്ത തവിസിനെ പുറത്താക്കി. പെയ്തോങ് താൻ ഷിനാവത്രയാണ് പുതിയ തായ്ലാൻഡ് പ്രധാനമന്ത്രി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ചെറിയ ഉപഗ്രഹങ്ങൾ കുറിഞ്ഞ ജലയിൽ വിക്ഷേപിക്കാനായിട്ട് ISR രൂപകൽപ്പന ചെയ്ത എന്തായിരുന്നു? SSLV അല്ലെങ്കിൽ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. അതിൻ്റെ 3ാം വിക്ഷേപണം വിജയകരമായല്ലേ? എന്നായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലതാ മങ്കേഷ്കർ പുരസ്കാരം ഗായിക KS ചിത്രയ്ക്കും സംഗീത സംവിധായകൻ ഉത്തം സിംഗിന് 2 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ ലതാ മങ്കേഷ്കർ പുരസ്കാരം ആർക്ക് കിട്ടി? 2 പേർക്ക് കിട്ടി കേട്ടോ. ലതാ മങ്കേഷ്കർ പുരസ്കാരം ഗായിക KS ചിത്രയ്ക്കും കിട്ടി, സംഗീത സംവിധായകൻ ഉത്തം സിംഗിനും കിട്ടി. എത്ര രൂപയാണ്? 2 ലക്ഷം രൂപയും ഫലകവും. ലതാ മങ്കേഷ്കർ പുരസ്കാരം ഗായിക KS ചിത്രയ്ക്കും സംഗീത സംവിധായകൻ ഉത്തം സിംഗിനും 2 ലക്ഷം രൂപയും ഫലകവും. ലതാ മങ്കേഷ്കർ പുരസ്കാരം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാഹുൽ നവീനാണ് അടുത്ത ED ഡയറക്ടർ. അപ്പോൾ ആരാണ് ED ഡയറക്ടർ? ആരാന്ന് ചോദിച്ചാൽ ആരാണ്? രാഹുലാണ്. രാഹുൽ നവീനാണ് ED ഡയറക്ടർ. രാജേഷ് കുമാർ സിംഗിനെ പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയായി നിയമിച്ചു. അപ്പോൾ പ്രതിരോധത്തിൽ ആഭ്യന്തരത്തിലൊക്കെ നമുക്ക് ഒത്തിരി നിയമനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ്? രാജേഷ് കുമാർ സിംഗിനെ ആരാണ് പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി? നമ്മൾ നേരത്തെ പഠിച്ചതാണ് ആഭ്യന്തര സെക്രട്ടറി ആരായിരുന്നു? ഗോവിന്ദ് മോഹനാണ്. അപ്പോൾ പ്രതിരോധ സെക്രട്ടറി ആരാണ്? രാജേഷ് കുമാർ സിംഗ് ആണ്. എന്ത്? ആഭ്യന്തരം മോഹിപ്പിക്കുന്നതാണ് ഗോവിന്ദ് മോഹൻ. പ്രതിരോധം എന്താണ്? രാജേഷിൻ്റെ ജയിക്കാനുള്ളതാണ് അല്ലേ? രാജേഷിൻ്റെയാണ്. രാജേഷ് കുമാർ സിംഗിൻ്റെയാണ് കേട്ടോ. പ്രതിരോധ സെക്രട്ടറി ആരാണ്? രാജേഷ് കുമാർ സിംഗ്. ED ആരാണ്? ED രാഹുൽ നവീൻ. ഓക്കെ. വിജിലൻസ് മേധാവി ആരാണ്? ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. യോഗേഷ് ഗുപ്തയാണ് ആരെന്ന് പറയുന്നത്? വിജിലൻസ് മേധാവി. അപ്പോൾ വിജിലൻസ് മേധാവി ആരാണ്? വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയാണ് കേട്ടോ. DGP സ്ഥാനക്കയറ്റം. വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയ്ക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? DGP ആയിട്ട് സ്ഥാനക്കയറ്റം നൽകിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നോക്കി വെക്കണം. വിജിലൻസിൻ്റെയൊക്കെ ഇപ്പോൾ ചോദിക്കുന്നതാണ്. യോഗേഷ് ഗുപ്തയ്ക്ക് എന്ത് കിട്ടി? DGP ആയി സ്ഥാനക്കയറ്റം നൽകി. ഇനി എന്താണ്? SBIയുടെ പുതിയ ചെയർമാനായി DS സെട്ടി ചുമതലയേറ്റു. അപ്പോൾ SBI ഇനി ചോദിക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് എന്തായാലും ഇത് കാണും. എന്താണ് SBIയുടെ പുതിയ ചെയർമാൻ? ആരാണ്? സെട്ടി. അപ്പോൾ SBI ഒരകത്തൊരു S ഉണ്ടല്ലോ, സെട്ടി, അതിനകത്തൊരു S ഉണ്ട്. എന്ത്? DS സെട്ടിയാണ് SBIയുടെ പുതിയ ചെയർമാൻ. ആരാണ്? DS സെട്ടി. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ന്യൂഡൽഹിയിൽ ആരാണ്? നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. പോളണ്ട്, ഉക്രൈൻ എന്നീ രാജ്യങ്ങൾ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി മടങ്ങിയെത്തി. 1991 ഉക്രൈൻ സ്വതന്ത്രമായതിനു ശേഷം അവിടെ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 45 വർഷത്തിന് ശേഷം
പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇഷ്ടംപോലെ രാജ്യങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഓർത്താൽ മതി. പോളണ്ട്, ഉക്രൈൻ എന്നീ രാജ്യങ്ങൾ കണ്ടിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. 1991 ഉക്രൈൻ സ്വതന്ത്രമായതിനു ശേഷം അവിടെ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. 45 വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി തന്നെയാണ്. മോദി ആൻഡ് US പ്രോഗ്രസ് ടുഗദർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ സെപ്റ്റംബർ 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശിക്കും. പിന്നെ US പോവുകയാണ്. US സെപ്റ്റംബർ 22 പോകുന്നത്. എന്തിനാണ്? മോദി ആൻഡ് US പ്രോഗ്രസ് ടുഗദർ എന്ന് പറയുന്ന സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യാനായിട്ടാണ് കേട്ടോ. ഇനി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരല്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ട് പോയത് ആരാണ്? ജോർജ് കുര്യനാണല്ലേ. മലയാളിയായ ജോർജ് കുര്യനാണ്. എവിടെ നിന്നാണ്, ഏത് രാജ്യസഭയിലോട്ട് പോയത് എവിടെ നിന്നാണ് മത്സരിച്ചിട്ടാണ്? മധ്യപ്രദേശിൽ നിന്ന് മത്സരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ഗഗയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള ആദ്യ ആളില്ലാ ദൗത്യം ഈ വർഷം അവസാനത്തോടുകൂടി വിക്ഷേപിച്ചേക്കും. അപ്പോൾ എന്താണ്? ഗഗയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളില്ലാ ദൗത്യം ഈ വർഷം അവസാനത്തോടുകൂടി വിക്ഷേപിച്ചേക്കും. ഗുജറാത്ത് കച്ച് ജില്ലയിലെ മദാപർ ഗ്രാമം ഏഷ്യയിലെ സമ്പന്ന ഗ്രാമമെന്ന ഖ്യാതി സ്വന്തമാക്കി. ഗുജറാത്ത് കച്ച് ജില്ലയിലെ മദാപർ ഗ്രാമം എന്ത് ചെയ്തു? ഏഷ്യയിലെ സമ്പന്ന ഗ്രാമമെന്ന ഖ്യാതി സ്വന്തമാക്കി. പ്രകൃതിദത്ത വ്യാജഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനം. അപ്പോൾ എന്താണ്? പ്രകൃതിദത്ത വ്യാജഭരണ വിപണിയിൽ ആഗോളതലത്തിൽ എന്താണ്? ഇന്ത്യക്ക് എത്ര സ്ഥാനമാണ്? 2ാം സ്ഥാനം. കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമാകുന്ന VP മോഹൻകുമാർ അന്തരിച്ചു. കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമായ VP മോഹൻകുമാർ അന്തരിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ മരിയ ബെന്യാസ് മെറ്റെ അന്തരിച്ചു. 117 വയസ്സായിരുന്നു. ഫ്രഞ്ച് ചലച്ചിത്ര ഇതിഹാസം അലൻ ഡെലൻ അന്തരിച്ചു. മലയാള സിനിമയ്ക്ക് നവഭാഗവതം പകർന്ന സംവിധായകൻ മോഹൻ വിട പറഞ്ഞു. തീരസംരക്ഷണ സേന ഡയറക്ടർ ജനറൽ രാകേഷ് പാൽ അന്തരിച്ചു. കരസേന മുൻ മേധാവി ജനറൽ സുന്ദര രാജൻ പത്മനാഭൻ അന്തരിച്ചു.